CPM-നോട് ആരും ചോദിച്ചിട്ടില്ല അങ്ങനെ ഒരു ചോദ്യം. അല്ല, അതിന് മറുപടി ഉണ്ടോ? ഭാവനയുടെ അടിസ്ഥാനത്തിൽ അത് ഭാവനയല്ല. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? ഇല്ല, അതിന് മറുപടി പറയാൻ ചോദിച്ചിട്ടില്ല. നോക്കൂ, യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? തുഷാർ വെള്ളാപ്പള്ളി നേതാവാണ്. വെള്ളാപ്പള്ളിയുടെ പാർട്ടി ഏതാണ്? വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചാൽ മതി. വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചാൽ മതി. ഓക്കെ, അത് ചോദിക്കാൻ എന്റെ ചോദ്യം അതല്ല. സുകുമാരൻ നായർ സാറിനോട് ചോദിച്ചു. NSS ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചത് മന്ത്രി വാസവനാണ്. അത്ര അടുത്ത ബന്ധമുണ്ട്. CPM-ന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. ഈ നായരീഴ ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അതിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ NSS അതിൽ നിന്ന് പിന്മാറുകയാണ്. NSS-ന് സർക്കാരിനോടോ CPM-നോടോ പ്രത്യേകിച്ച് വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഒരു കാര്യത്തിലും സർക്കാരിന് കുറ്റം പറയുന്നില്ല NSS ഇപ്പോൾ. ആ NSS പറയുന്നു ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടുള്ള ഐക്യശ്രമമായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് തിരിച്ച് മാധ്യമങ്ങളോട് ചോദിക്കുന്നത് വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ് എന്ന് ചോദിക്കുന്നത്. അതെ, ഞാനതാ പറഞ്ഞത്. വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണെന്ന് ഞങ്ങൾ ഇവിടെ മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞാൽ CPM-നോട് എന്തിനാ ചോദ്യം ചോദിച്ചേ? എന്തുദ്ദേശത്തോടു കൂടിയാ? CPM-ന് ബോധ്യമുണ്ടോന്ന് അറിയാൻ ഞങ്ങളോട് സുകുമാരൻ നായർക്ക് അത് ബോധ്യമുണ്ട്. സുകുമാരൻ നായർക്ക് അത് ബോധ്യമുണ്ട്. CPM-ന് ആ ബോധ്യമുണ്ടോ എന്നറിയാനാണ് ചോദിച്ചത്.